Hello everyone, welcome back to English with Henna. So it's me Henna here. ഇന്ന് നമ്മൾ ഒരു സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു 80% ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് യു നോ വേർഡ്സ്, നിങ്ങൾക്ക് വാക്കുകൾ അറിയാം, യു നോ വാട്ട് പീപ്പിൾ ആർ സേയിങ് ഓർ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് പീപ്പിൾ ആർ സേയിങ്. നിങ്ങൾക്ക് വാക്കുകൾ അറിയാം, മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇംഗ്ലീഷ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ യു കാൻ റെസ്പോണ്ട്, നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സംസാരിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ യുവർ ബ്രെയിൻ ഫ്രീസസ് അപ്പ്, നിങ്ങളുടെ ബ്രെയിൻ ഫ്രീസ് ആവും, യു ഗോ കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ഇത് നിങ്ങൾ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അല്ല, 80% ഇംഗ്ലീഷ് ലേണേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. സോ ഇൻ ടുഡേയ്സ് വീഡിയോ ലെറ്റ്സ് ഡിസ്കസ് ദ പ്രോബ്ലംസ് ആൻഡ് ഹൗ വി ക്യാൻ ടാക്കിൾ ദിസ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് മിസ്റ്റേക്കാണ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി കാണാം. സോ വാച്ച് ദ വീഡിയോ വിത്തൗട്ട് സ്കിപ്പിംഗ്. വൺ തിങ് ദാറ്റ് ഐ ഹവ് നോട്ടീസ്ഡ് ഇസ് ദാറ്റ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബിഗിനേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, അതായത് തുടക്കക്കാർ അല്ലേ, തുടക്കക്കാർ എന്നുള്ള ലേബലുള്ള ആളുകൾ, അവർ ചെയ്യുന്ന വലിയൊരു തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഒരുപാട് സമയം ഗ്രാമറിന് വേണ്ടി ചെലവഴിക്കും. ഇഫ് യു ആർ എ ബിഗിനർ, ഡോണ്ട് സ്പെൻഡ് യുവർ ടൈം ഓൺ ഗ്രാമർ. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം കൂടുതലും ഇംഗ്ലീഷ് കേൾക്കാനാണ് ചെലവഴിക്കേണ്ടത്. യു ഹാവ് ടു സ്പെൻഡ് യുവർ ടൈം എക്സ്ക്ലൂസീവ്ലി ഫോർ ലിസണിങ്. നിങ്ങൾ ലിസൺ ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ മാക്സിമം ടൈമും നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ഒരുപാട് സമയം ബുക്കും പെന്നും ഗ്രാമർ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വെച്ചിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. ഇഫ് യു ആർ എ ബിഗിനർ, ഗോ അഹെഡ് വിത്ത് ലിസണിങ്. നിങ്ങൾ ഒരു ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിസണിങ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ലെറ്റ്സ് ലേൺ ഇംഗ്ലീഷ് ലൈക്ക് എ ബേബി. നമുക്ക് കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് പോലെ ഇംഗ്ലീഷ് പഠിക്കാം. കുട്ടികൾ ഏത് ഭാഷയും അവരെങ്ങനെയാണ് പഠിക്കുക? അവർ പോയിട്ട് ഗ്രാമർ പഠിച്ചിട്ടാണോ ഒരു ഭാഷ പഠിച്ചു തുടങ്ങുന്നത്? ഒരിക്കലുമല്ല. അവരുടെ മാതൃഭാഷ കേട്ട് 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 അവർ ആക്ച്വലി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്രയോ മാസം അവരുടെ കേൾവി അവർ തുടങ്ങുമെന്നറിയോ? അതായത് നമ്മളിപ്പോൾ ഏകദേശം ഒരു 10, 11, 12 മാസമുള്ള പ്രായത്തിലാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങുക അല്ലേ. പക്ഷേ നമ്മളുടെ 3, 4, 5, 6 മാസത്തിലൊക്കെ, നമ്മളുടെ ആ ഒരു മാസങ്ങളിലൊക്കെ നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ ചുറ്റുമുള്ളവർ ഒക്കെ സംസാരിക്കുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ കുട്ടിയാവാം. 2, 3 മാസം നിങ്ങൾ എക്സ്ക്ലൂസീവ്ലി ലിസ്ണിങ്ങിന് വേണ്ടി മാത്രം സമയം സ്പെൻഡ് ചെയ്യുക. ആസ് എ ബിഗിനർ നിങ്ങൾ ഗ്രാമർ നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു ചെറിയ കുട്ടി ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാതൃഭാഷ പഠിച്ചു തുടങ്ങുമ്പോൾ, കുറേ നാൾ ആ കുട്ടി കേട്ടിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പറയുന്ന വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നിട്ടാണ് പതുക്കെ ആ കുട്ടി ഓരോ ചെറിയ ചെറിയ വാക്കുകൾ, പപ്പ, മമ്മ, ദാദാ, നാന, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ആ കുട്ടി പറഞ്ഞു തുടങ്ങുക അല്ലേ. അപ്പ, അമ്മ, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഈ കുട്ടി പറഞ്ഞു തുടങ്ങുക ഒരുപാട് മാസങ്ങളോളം ആ കുട്ടി കേട്ടതിന് ശേഷമായിരിക്കും. ഓക്കെ, അപ്പോൾ റിസീവ് ചെയ്യുക മാക്സിമം, അതായത് വീഡിയോസിലൂടെ മാക്സിമം അബ്സോർബ് ചെയ്യുക. വീഡിയോസ് കേട്ട് 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 നിങ്ങൾ ഇംഗ്ലീഷായിട്ട് സുപരിചിതമാവുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. നിങ്ങളൊരു 2 മാസത്തോളം ഇംഗ്ലീഷ് കേൾക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് എത്ര കേൾക്കാൻ പറ്റും അത്രയും നിങ്ങൾ കേൾക്കുക. ആക്റ്റീവ് ലിസ്ണിംഗ് ആണ് ഒരു ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടത്. ആക്റ്റീവ് ലിസ്ണിങ്ങും പാസീവ് ലിസ്ണിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. ആക്റ്റീവ് ലിസ്ണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നിങ്ങൾ ലിസ്ണിംഗ് മാത്രം ചെയ്യുക. പാസീവ് ലിസ്ണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പാചകം ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ കേൾക്കുന്നതാണ് പാസീവ് ലിസ്ണിംഗ്. മറ്റെന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ് പാസീവ് ലിസ്ണിംഗ്. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് ലിസ്ണിംഗിന് തന്നെ പ്രാധാന്യം കൊടുക്കുക. ഐ ഹാവ് സീൻ മെനി ബിഗിനേഴ്സ് ട്രൈങ് ഹാർഡ് ടു ലേൺ ഗ്രാമർ റൂൾസ്. ഞാൻ ഒരുപാട് ബിഗിനേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഈ ഗ്രാമർ റൂളുകൾ പഠിക്കാനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ബിഗിനേഴ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആക്ച്വലി വേസ്റ്റ് ഓഫ് ടൈമാണ്. നിങ്ങൾ എത്ര ഗ്രാമർ റൂൾസ് പഠിച്ചു വെച്ചാലും നിങ്ങൾക്ക് സംസാരിക്കേണ്ട സമയമാവുമ്പോൾ സംസാരിക്കാൻ പറ്റില്ല. ലെറ്റ്സ് ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ഡ്രൈവിംഗ്. ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് പഠനവും ഡ്രൈവിങ്ങും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റിയ നല്ല എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രൈവിങ് തിയറിറ്റിക്കലി എല്ലാം പഠിച്ചു. അതായത് എങ്ങനെ ബ്രേക്ക് ചവിട്ടണം, ബ്രേക്കിൽ കാലെങ്ങനെ വെക്കണം, ആക്സിലേറ്ററിൽ കാലെങ്ങനെ കൊടുക്കണം, ഇലക്കനത്തിൽ ആക്സിലേറ്ററിൽ ചവിട്ടുക, എങ്ങനെയാണ് കീ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് സ്റ്റിയറിംഗ് പിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഹമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ സ്ലോ ചെയ്യണം,
ഇതെല്ലാം നമ്മൾ പഠിച്ചു എന്നിരിക്കട്ടെ, പക്ഷേ നമ്മൾ ഇതുവരെ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഈ തിയറികളെല്ലാം പഠിച്ചു വെച്ചു, നമ്മൾ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ തിയറിറ്റിക്കൽ കുറേ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ വണ്ടി ഓടിച്ചു പഠിക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് കേട്ട് 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 പഠിക്കുക. ഇതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഞാൻ സ്വയം പഠിച്ചിട്ടാണെന്നുണ്ടെങ്കിലും, എൻ്റെ മോളെ പഠിപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം ഇതാണ്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ അവൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ അവൾക്ക് ഇംഗ്ലീഷ് വീഡിയോസ് വെച്ച് കൊടുക്കും, നല്ല അബ്സോർബ് ചെയ്യാൻ പറ്റിയ ചാനൽസ് അവൾക്ക് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവൾ കേട്ട് 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 പഠിച്ചതാണ്. ഞാൻ അവൾക്കൊരു ഇംഗ്ലീഷ് എൻവയൺമെൻറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവൾ കേട്ട് പഠിച്ചതാണ്. അല്ലാതെ ഞാൻ ഇരുന്ന് അവളെ ഒരു ഗ്രാമർ റൂൾസും ഇന്നേ വരെ പഠിപ്പിച്ചിട്ടില്ല. ഇനി ഇപ്പോൾ നിങ്ങൾ അവളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ തന്നെ അവൾക്ക് ഒരു ഗ്രാമർ റൂളും അറിയില്ല. എവിടെ ഡു ഉപയോഗിക്കണം, എവിടെ ഡസ് ഉപയോഗിക്കണം, എവിടെ ഹാസ് ഉപയോഗിക്കണം, എവിടെ ഹാവ് ഉപയോഗിക്കണം, കുഡ് ഷുഡ് വുഡ് ഇതൊക്കെ എവിടെ ഉപയോഗിക്കണം, ഇതൊന്നും എൻ്റെ മോൾക്ക് അറിയില്ല. പക്ഷേ അവളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് അവൾക്ക് ഇംഗ്ലീഷിൽ ഉത്തരം പറയാൻ അവൾക്ക് സാധിക്കും. അത്ര മതി എനിക്ക്. അവൾക്ക് ഒരുപാട് ഗ്രാമർ റൂൾസ് ഒന്നും അറിയണമെന്ന് എനിക്കില്ല. പക്ഷേ നല്ല ആക്സെൻറ്റോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നമുക്ക് ഇംഗ്ലീഷുകാരുടെ കുട്ടികളെ എടുക്കാം. ഒരു ലണ്ടനിൽ ജനിച്ച ഒരു കുട്ടീനെ എടുക്കാം. ആ കുട്ടി എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? അവരുടെ മാതാപിതാക്കൾ അവർക്ക് ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുത്ത് ഗ്രാമർ പഠിപ്പിച്ചിട്ടാണോ ആ കുട്ടീനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? ഒരിക്കലും അല്ല. മമ്മ, പപ്പ, കം ഹിയർ, ഗോ ദെയർ എന്നൊക്കെ പറഞ്ഞ് അവരുടെ മാതാപിതാക്കൾ പറയുന്നത് കേട്ടിട്ടാണ് ആ കുട്ടി ഇംഗ്ലീഷ് പഠിക്കുന്നത്, അല്ലേ? നമ്മളുടെ മക്കളും നമ്മളും ഒക്കെ അങ്ങനെയാണ് മലയാളം പഠിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ബേബീസ് പഠിക്കുന്നത് പോലെ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. വാട്ട് ഈസ് സോ മാജിക്കൽ ഇൻ ബേബീസ്? എന്താണ് ബേബീസ് നമ്മളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത് ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട്? അവർ നല്ല ലിസണേഴ്സ് ആണ്. അവർ പറയുന്നതൊക്കെ കേട്ടിരിക്കും, ചെവിയോർത്തിരിക്കും. അവർ മാസങ്ങളോളം കേട്ടതിന് ശേഷമാണ് പതുക്കെ പതുക്കെ വാക്കുകൾ അവർ പറഞ്ഞു തുടങ്ങുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ആദ്യം മാസങ്ങളോളം കേൾക്കാം, അതിനുശേഷം നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങാം. അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്ക് ഗ്രാമർ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ തുറന്ന് ഗ്രാമറൊക്കെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇതാണ് ഏറ്റവും നല്ല രീതി. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കാനായിട്ട് എത്ര വാക്കുകൾ ഏകദേശം അറിഞ്ഞിരിക്കണം? 500, 1000, 2000, 3000? ഏകദേശം 1500 മുതൽ 2000 വാക്കുകളാണ് നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ടത്. അയ്യോ, എങ്ങനെ പഠിക്കാനാണ് 1000, 2000 വാക്കുകൾ എന്ന് വിചാരിക്കും അല്ലേ? നമുക്ക് 1000, 2000 വാക്കുകൾ എളുപ്പമായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാത്ത ഒരാൾക്ക് തന്നെ ഇംഗ്ലീഷിൽ ഒരു 500 വാക്കെങ്കിലും അറിയും. ഫ്രിഡ്ജ്, കാർ, ബൾബ്, സിറ്റ്, ചെയർ, ടേബിൾ ഇതൊക്കെ ഇംഗ്ലീഷ് വാക്കുകളാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തി വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 500 വാക്കുകളാവും. ടേബിൾ, ചെയർ, ഡ്രസ്, ഹെയർ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ തന്നെ കൂട്ടി വെച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 500 വാക്കുകൾ കിട്ടും. അപ്പോൾ ഒരു 1000, 1500 വാക്കുകൾ അല്ലെങ്കിൽ ഒരു 1500 മുതൽ 2000 വാക്കുകൾ പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ വാക്കുകൾ പഠിച്ചെടുത്തതിന് ശേഷം ഇതിനെ എങ്ങനെ ഒരു സെന്റൻസ് ആക്കി എടുക്കാം എന്നുള്ളതിലാണ് കാര്യം. വൺ ബിഗ് മിസ്റ്റേക്ക് ആസ് ബിഗിനേഴ്സ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം നിങ്ങൾ ഗ്രാമറിന് ചെലവഴിക്കുന്നതാണ്. ചിലർ വന്നിട്ട് ചോദിക്കും, മാം കുഡ് ഷുഡ് വുഡ് എനിക്കറിയില്ല. ഈ കുഡ് ഷുഡ് വുഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. മാം എനിക്ക് ബീയിങ്, ബീൻ, ബി ഇതിൻ്റെ ഒന്നും യൂസസ് അറിയില്ല. അതൊക്കെ വിട്. നിങ്ങൾ അങ്ങനെ എനിക്ക് ഇന്നതറിയില്ല എന്ന് വിചാരിക്കാതെ എന്തൊക്കെ അറിയാം എനിക്ക് എന്നൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കൂ. എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, അത് വെച്ചിട്ട് എനിക്ക് എന്തൊക്കെ സംസാരിക്കാൻ പറ്റും എന്നുള്ളതിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ഗ്രാമർ റൂൾസ് ഒക്കെ ഇരുന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്നേ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചേനെ. നമ്മളൊക്കെ സ്കൂളിൽ LKG മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ, 1ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ടും നമ്മൾ 10-14 വർഷത്തോളം സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടും നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത്? ഗ്രാമറൊക്കെ പഠിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചേനെ. ഇതൊന്നുമല്ല പ്രശ്നം. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ്, ടെക്സ്റ്റ് ബുക്ക് ഗ്രാമർ ഇതൊക്കെ ഇരുന്ന് പഠിച്ച് തെറ്റായ രീതിയാണ്.
അത് ഓൾറെഡി പ്രൂവ്ഡ് ആണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ ഇപ്പോഴും കഴിയാത്തത്. അപ്പോൾ ഇതെല്ലാം മാറ്റി വെക്കുക. അങ്ങനത്തെ മെത്തേഡ്സ് എല്ലാം നമ്മൾക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് റിയൽ ലൈഫ് ഇംഗ്ലീഷ്, നാച്ചുറൽ മെത്തേഡ് യൂസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കാം. നിങ്ങൾ ഇംഗ്ലീഷ് കേട്ടാൽ മാത്രം മതി. എൻ്റെ മോളെ വെച്ചിട്ടുള്ള എക്സാമ്പിളാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ റിയൽ ലൈഫ് എക്സാമ്പിൾ. അവൾക്ക് ഇപ്പോഴും ഗ്രാമർ അറിയില്ല, പക്ഷേ എന്നിട്ടും അവൾക്ക് നന്നായി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവൾക്ക് കിട്ടുന്ന ടൂൾ ലിസ്ണിംഗ് മാത്രമാണ്. ഈ ലിസ്ണിംഗ് വെച്ചുകൊണ്ട് മാത്രമാണ് അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ പറയുന്നതിനേക്കാളും നല്ല വാക്കുകളാണ് എപ്പോഴും എനിക്ക് അവൾ പറഞ്ഞു കേൾക്കാറുള്ളത്. അവൾ എന്നെക്കാളും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ എൻ്റെ ആക്സെൻറ്റ് അവളെക്കാളും മോശമാണ് പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. അവളുടെ ആക്സെൻറ്റ് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അതെന്തുകൊണ്ടാണ്? അവൾ കേട്ട് കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ സ്കൂളിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പഠിച്ചിട്ടും അതുപോലെ തന്നെ പിന്നെ കുറച്ച് ലിസ്ണിങ്ങും കൂടിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ അവൾ കംപ്ലീറ്റ്ലി നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ അടുത്ത് നിന്ന് കേട്ട് കേട്ട് പഠിച്ച ഇംഗ്ലീഷാണ്. ഞങ്ങൾ വീട്ടിൽ ഇംഗ്ലീഷ് ആണോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആബ്സല്യൂട്ട്ലി നോ. ഞങ്ങൾ വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. കുട്ടി ഇംഗ്ലീഷ് കേട്ടിട്ടും അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് കണ്ട് അവൾ അത് റിസീവ് ചെയ്ത് അത് അവൾ മിമിക് ചെയ്യാൻ ശ്രമിച്ചിട്ടൊക്കെയാണ് അവൾ ഇംഗ്ലീഷ് പഠിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ 10-14 വർഷം സ്കൂളിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടും അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലുമായി ഇംഗ്ലീഷ് പഠിച്ചിട്ടും നമ്മളുടെ സ്പീക്കിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ആവാഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ മെത്തേഡ് ശരിയില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള റിയൽ ലൈഫ് മെത്തേഡ്സ് അല്ല അവിടെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ഗ്രാമർ പഠിക്കും, പിന്നെ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കും, പക്ഷേ ഇതിൽ നിന്നൊന്നും നമ്മൾ നല്ല ഇംഗ്ലീഷ് ലിസൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നില്ല. ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൺവെൻഷണൽ സ്റ്റൈലൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നാച്ചുറൽ സ്റ്റൈൽ ഫോളോ ചെയ്യാം. ബേബീസ് ഇംഗ്ലീഷ് പഠിക്കുന്നത് പോലെ നമുക്കും ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം. ഒരുപാട് ഇംഗ്ലീഷ് നമുക്ക് കേൾക്കാം. ഇതൊക്കെ കേട്ടതിന് ശേഷം നമുക്ക് പതിയെ പതിയെ നമുക്ക് പറഞ്ഞു പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ വളരെ നല്ല വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇംഗ്ലീഷ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെൻറ്റൻസ് കേട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കേട്ട സെൻറ്റൻസ് നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. പോസ് ചെയ്യുക, പറഞ്ഞു നോക്കുക, പ്ലേ ചെയ്യുക, വീണ്ടും പോസ് ചെയ്യുക, പറഞ്ഞു നോക്കുക. ഇത് അടിപൊളിയായിട്ടുള്ള മെത്തേഡാണ്. ഷാഡോയിങ് മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ മിമിക്കിങ് എന്നും നമുക്ക് പറയാൻ പറ്റും. ഈ തത്തമ്മയൊക്കെ എങ്ങനെയാണ് സംസാരിക്കാൻ പഠിക്കുന്നത്? നമ്മളുടെ വീട്ടിൽ എപ്പോഴും പറയുന്ന സെൻറ്റൻസുകൾ അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന വാക്കുകളൊക്കെ തത്തമ്മ ഓർത്ത് വെച്ചിട്ട് തത്തമ്മ അത് പറയും അല്ലേ? അങ്ങനെയാണ് തത്തമ്മ മിമിക്കാണ് ചെയ്യുന്നത്. എന്താണോ അതിന് ബുദ്ധിയിൽ അത് സംസാരിക്കുന്നതല്ല, പക്ഷേ അതെന്താണോ കേൾക്കുന്നത് അത് പറയാൻ ശ്രമിക്കും. അപ്പോൾ ആദ്യത്തെ ബിഗിനർ ലെവലിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എന്തും കേട്ടിട്ട് അതേപടി പറയാൻ ശ്രമിക്കുക. നാച്ചുറലി ആ ഗ്രാമറിൻ്റെ ഫ്ലോവും സെൻറ്റൻസ് സ്ട്രക്ചറും ഫ്രേസസും വേർഡ്സൊക്കെ ഓട്ടോമാറ്റിക്കലി നാച്ചുറലി നിങ്ങളുടെ ഉള്ളിലേക്ക് അത് വരും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് തനിയെ നിങ്ങൾ പഠിക്കും. ഓണസ്റ്റ്ലി നമ്മൾ സ്കൂളിൽ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് കൺവെൻഷണൽ വേ ഓഫ് ലേണിംഗ് അത് വർക്ക് ആവില്ല. ദിസ് ഇസ് നോട്ട് ദ വേ ദറ്റ് വി ഹാവ് ടു ലേൺ എ ലാംഗ്വേജ്. നമ്മളൊരു ലാംഗ്വേജ് ഒരിക്കലും അങ്ങനെയല്ല പഠിക്കേണ്ടത്. നമ്മൾ ഐ, ഞാൻ, യു, അവൻ, വി, നമ്മൾ അങ്ങനെ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കരുത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ അടുത്തൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത് ഞാനാണ്, ഇറ്റ്സ് മീ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന ഒരുപാട് കോമെൻറ്റ്സ് ഞാൻ ശ്രദ്ധിച്ചു. ദിസ് ഇസ് മീ എന്നാണ് പറയേണ്ടത്. അതെന്തുകൊണ്ടാണെന്നറിയോ? ദിസ്, ഇത്, ദാറ്റ്, അത് അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഇറ്റ്സ് മീ എന്ന് പറഞ്ഞാലും ഇത് ഞാനാണ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വാക്ക് അതിൻ്റെ അർത്ഥം, ഒരു വാക്ക് അതിൻ്റെ അർത്ഥം അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണങ്ങളെക്കാൾ കൂടുതൽ ഒരുപാട് ദൂഷ്യങ്ങളുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേട്ടാൽ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാവണം. എന്തും ആളുകൾ പറയുന്നത് തെറ്റാണ്, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് നമ്മൾ വാദിക്കാൻ പോകരുത്. നമ്മൾ ആദ്യം നമ്മൾക്കൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ബേസ് കറക്റ്റാക്കി നമ്മളുടെ ബേസ് നല്ല സ്ട്രോങ് ആക്കിയതിന് ശേഷം ഒരു കാര്യം ഒരു രീതിയിൽ മാത്രമല്ല, ഒരു കാര്യം നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഞാനിപ്പോൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക. അതായത് ആ കാര്യം അങ്ങനെയും പറയാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കണം.
ചെറുപ്പത്തിൽ എനിക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. എൻ്റെ ഉമ്മ എന്നെ വൈ എഴുതാൻ പഠിപ്പിച്ചു. അപ്പോൾ ഉമ്മ വൈ എഴുതുന്നത് എപ്പോഴും ഇങ്ങനെയാണ്. ഞാനിവിടെ സൈഡിൽ കാണിക്കാം. ഇങ്ങനെയാണ് എൻ്റെ ഉമ്മ വൈ എഴുതുക. പക്ഷേ സ്കൂളിൽ ടീച്ചർ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെ വൈ എഴുതാനാണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഉമ്മ എന്നെ വൈ എഴുതാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഉമ്മയുടെ അടുത്ത് പറയാണ്, ഉമ്മ ഇങ്ങനെയല്ല വൈ എഴുതുക, എൻ്റെ ടീച്ചർ എന്നെ ഇങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത്, എൻ്റെ ടീച്ചർ എന്നെ ഇങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടി എന്ന രീതിയിൽ അന്ന് എനിക്ക് ചിന്തിക്കാനുള്ള ബോധമില്ല വൈ എന്നുള്ളത് 2 തരത്തിൽ എഴുതാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഇപ്പം നമ്മൾ അഡൾട്ട്സ് ആണ് അല്ലേ, നമ്മൾക്ക് എന്തും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരിക്കണം. ഒരു കാര്യം ഒരു രീതിയിൽ മാത്രമല്ല നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. ഒരു കാര്യം നമുക്ക് ഒരു രീതിയിൽ മാത്രമല്ല എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക. ഒരു കാര്യം നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എനിക്ക് അവിടെ പോകണം, ഐ വോണ്ട് ടു ഗോ ദെയർ എന്ന് നമുക്ക് പറയാം. എനിക്ക് അവിടെ പോകണം, ഐ വോണ്ട് ടു ഗെറ്റ് ദെയർ എന്ന് നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് ഒരുപാട് രീതിയിൽ എനിക്ക് അവിടെ പോകണം എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. ആ കാർട്ട് എടുക്ക് എന്ന് പറയാനായിട്ട് ടേക്ക് ദാറ്റ് കാർട്ട് എന്ന് നമുക്ക് പറയാം. ഗ്രാബ് ദാറ്റ് കാർട്ട് എന്ന് നമുക്ക് പറയാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് കാർട്ട് എടുക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ടേക്ക് ദാറ്റ് കാർട്ട് മാത്രമാണ് ശരി, ഗ്രാബ് ദാറ്റ് കാർട്ട് എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് നമ്മൾ വാദിക്കാൻ പാടില്ല. നമ്മളുടെ അറിവില്ലായ്മയാണ് നമ്മളെ അവിടെ വാദിപ്പിക്കുന്നത്. ഒരു കാര്യം തെറ്റാണ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ആ രീതിയും ശരിയാണോ എന്നൊന്ന് ചിന്തിക്കണം. അപ്പോൾ ഞാൻ പഠിച്ച രീതി മാത്രമല്ല ശരി, ഒരു കാര്യം പല രീതിയിൽ പറയാൻ പറ്റും എന്നുള്ളതും നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ആസ് എ ബിഗിനർ, റിമെമ്പറിങ് ഓൾ ദ ഗ്രാമർ റൂൾസ് ആൻഡ് മേക്കിംഗ് എവ്രി റൂൾ സൗണ്ട് പെർഫെക്റ്റ്, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ഗ്രാമർ റൂൾസും ശരിയാക്കുക എന്നുള്ളതും എല്ലാ റൂൾസും എല്ലാ സെൻറ്റൻസിലും അപ്ലൈ ചെയ്യുക എന്നുള്ളതും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലേണിംഗ് ഗ്രാമർ ക്യാൻ ബി കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഈവൻ മോർ ഫ്രസ്ട്രേറ്റിംഗ്. ഗ്രാമർ പഠിക്കുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡും ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗുമായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഐ ഡോണ്ട് ഗോ മച്ച് ഫോർ ഗ്രാമർ. ഞാൻ ഒരുപാട് ഗ്രാമറിന് വേണ്ടി പോകാറില്ല. ഐ ഓൾവേസ് കോൺസെൻട്രേറ്റ് ഓൺ ലേണിംഗ് ഫ്രേസസ്, ലേണിംഗ് സെൻറ്റൻസസ്, ലേണിംഗ് യൂസേജസ്. ഞാൻ എപ്പോഴും എന്താണ് ശ്രമിക്കാറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ വീഡിയോസ് കാണും. വീഡിയോസ് കണ്ടിട്ട് അതിൽ അവർ പറയുന്നത് പോലെ പറയാൻ ശ്രമിക്കാറുണ്ട്. അല്ലാതെ ഞാൻ ഒരുപാട് ഗ്രാമറിൻ്റെ പുറകെ ഞാൻ പോവാറില്ല. So, in today's video, what I would like to stress is don't concentrate on grammar. ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, ഗ്രാമറിൽ കൂടുതൽ എംഫസിസ് കൊടുക്കരുത്. ഇൻസ്റ്റെഡ് കോൺസെൻട്രേറ്റ് മോർ ഓൺ ലിസ്ണിംഗ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഹൗ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഫ്ലോ. നിങ്ങൾ കൂടുതൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷൻ, ഇൻറ്റൊനേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വരും. നിങ്ങൾക്ക് ആ ഒരു സെൻറ്റൻസിൻ്റെ ഫ്ലോ എങ്ങനെയാണ് പോകുന്നത്, ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 2 months നിങ്ങൾ കംപ്ലീറ്റ്ലി ലിസ്ണിങ്ങിന് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഭയങ്കരമായിട്ട് മടിയുള്ള ആളാണ് എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമില്ല, പക്ഷെ പഠിക്കാതെ തന്നെ ഇംഗ്ലീഷ് തനിയെ ഇങ്ങനെ വരണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിലുള്ള വീഡിയോസ് നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഒരു 2 months നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വേറെ ഒന്നും ചെയ്യാതെ ലിസ്ണിംഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇൻ റിയൽ ലൈഫ് ഇറ്റ്സ് വേ മോർ ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെസ്പോണ്ട് ക്വിക്ക്ലി, സ്പോണ്ടേനിയസ്ലി ഇൻ ഇംഗ്ലീഷ് ദാൻ ടു ഹാവ് പെർഫെക്റ്റ് ഗ്രാമർ. ദിസ് ഇസ് മൈ പോളിസി. എൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പറയേണ്ട സാഹചര്യങ്ങളിലൊക്കെ ഇംഗ്ലീഷ് തെറ്റാതെ പറയാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒഴുക്കോട് കൂടി സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഒരുപാട് ഗ്രാമറിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്രാമറിനേക്കാൾ കൂടുതൽ ഒഴുക്കോട് കൂടി സംസാരിക്കാൻ പറ്റുക എന്നുള്ളതിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദ മോർ യു ലിസൺ ദ ഈസിയർ ഇറ്റ് ഗെറ്റ്സ് ടു പിക്ക് അപ്പ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വൊക്കാബുലറീസ്. നിങ്ങൾ കേൾക്കും തോറും നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ആവും. നിങ്ങൾ വായിക്കും തോറും നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ആവും. ഇറ്റ്സ് ലൈക്ക് ദ മോർ യു റീഡ് ദ മോർ യു റൈറ്റ്, ദ മോർ യു ലിസൺ ദ മോർ യു സ്പീക്ക്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലാണ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ യു കോൺസെൻട്രേറ്റ് മോർ ഓൺ റീഡിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ലാണ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ കോൺസെൻട്രേറ്റ് മോർ ഓൺ ലിസ്ണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, കീപ് പ്രാക്ടീസിങ് ഇംഗ്ലീഷ്. ടേക്ക് കെയർ. ബൈ ബൈ. നമ്മളുടെ അഡൾട്ട്സിൻ്റെ ന്യൂ ബാച്ച് December 16th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്